സകലകലാവല്ലഭനകത്തുണ്ടായിരുന്നോ? സ്വത്താണ് ഇത്, നമ്മളെ വിട്ടങ്ങ് പോകാൻ പോവാണ് ഗൈസ്. അതെന്ത് നമുക്കെങ്ങനെ അറിയാൻ? എന്തരോ ഒരു ഇത് കാരണം എന്നത് മിസ് പോലും ചെയ്യുന്നില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സ്വത്ത് ഞാനങ്ങനെ നിൽക്കുന്നില്ലാണ്ട് ഇവിടെ. ആശ്വാസമായി. ചന്ദ്രൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? വീട്ടുകാരായിട്ട് അടികൂടി ബ്ലോഗ് ഇട്ടാൽ മതി, ഫോർച്യൂണറൊക്കെ വരും. അപ്പൊ നിനക്ക് എന്നെ കാണണ്ടേ സ്വത്ത്? ഇല്ല, നീ ശരിയല്ല. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ഗൈസ് കലിപ്പൊക്കെ നോക്കി, ഞാൻ വീഡിയോ ഇടുന്നില്ലെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ വീട്ടുകാര് കലിപ്പ്, ഗേൾ ഫ്രണ്ട് കലിപ്പ്. ഒരു പ്രത്യേക ജീവിതല്ലേ വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. നീ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ഒരുമാതിരി ആക്കാതെ, ചുമ്മാ മനുഷ്യനെ ഇതാക്കാതെ. നീ വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ല ഇതായിട്ട് വരും. പൊന്നോ ഒടുക്കത്താ. പിന്നെ നമുക്കൊരു മടുപ്പ് വന്ന്, മടുപ്പ് വന്ന് സമ്മതിച്ച് തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇവനെ വേണ്ട. സ്വത്ത് ഫണ്ണി 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 ഫണ്ണി. അയ്യേ, ഇവര് തന്നെ തട്ടുകട സെറ്റപ്പടാ. ഇടയ്ക്കെന്തോ ലോട്ടറി അടിച്ചത്. തലക്കോളം കയറിക്കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു കൂട്ടും. അതുകൊണ്ടെങ്കില് പുച്ഛാണോ എന്നോട്? പുച്ഛം. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടെ തീർന്നാ വംശനാശം. എനിക്ക് ലേശം ഉളുപ്പുണ്ടോ പറയാനായിട്ട്? ഞാൻ അഭിമാന അന്തസ്സുണ്ടെങ്കിൽ വീഡിയോ ഇട്ട് കാണിച്ചതാ, എന്നിട്ട് ഡയലോഗ് അടിക്കും. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. എന്താ മമ്മിക്ക് വല്ലതും പറയണ്ട? ഇല്ല, ഞാൻ ഇത്ര പറയും. എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ്. ഗൈസ് ഐ ആം സഞ്ജു ടെക്കി. ഓക്കെ, അത്രയുള്ളൂ. എടോ താനം ദൂളത്തരവാടാ ഈ പറയുന്നത്. അതെ, വയറ്റിപ്പഴപ്പല്ലേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.